കേരളത്തിൽ പുതിയ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ പ്രവാസികൾക്കും വലിയ പ്രതീക്ഷയാണ്. ലോക കേരള സഭ പുനഃസംഘടിപ്പിക്കണമെന്നാണ് പ്രവാസികളുടെ പക്ഷം. മാത്രമല്ല, ഗൾഫിനെ 15ാമത്തെ ജില്ലയായി കണ്ട് പ്രത്യേക പാക്കേജ് സർക്കാർ പ്രഖ്യാപിക്കണം. ഇതിനുമപ്പുറം മുഖ്യമന്ത്രി പ്രവാസികാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിന് പകരം സ്വതന്ത്രമായ ഒരു മന്ത്രിയെ ആ ചുമതല ഏൽപ്പിക്കണം. നൂറിലേറെ സീറ്റുമായുള്ള UDFന്റെ പടയോട്ടം 6 GCC രാജ്യങ്ങളിലും UDF അനുകൂല സംഘടനകൾ ആഘോഷമാക്കി. നാട്ടിൽ മുഖ്യമന്ത്രിയെ ചൊല്ലി തമ്മിൽ തല്ല് നടക്കുമ്പോഴും ഗൾഫിൽ പ്രവാസി സംഘടനകൾ ഇതുപോലെ ആഘോഷത്തിലായിരുന്നു. ഇൻകാസ്, KMCC, OICC തുടങ്ങി UDF അനുകൂല സംഘടനകൾ നാടെങ്ങും ആഘോഷങ്ങൾ ഒരുക്കി. ഉള്ളു തുറന്ന് ആഘോഷിക്കുന്ന പ്രവാസികൾക്ക് ഉള്ളു നിറയെ പ്രതീക്ഷകളുണ്ട്. യാത്രാ പ്രശ്നം, തിരിച്ചെത്തുന്നവർക്ക് മാന്യമായി ജീവിക്കാനുള്ള അവസരം, കുട്ടികളുടെ പഠനം, നാട്ടിൽ ഒറ്റപ്പെട്ടുപോയ മുതിർന്നവരുടെ പരിചരണം, ഇങ്ങനെ പലതുണ്ട് പ്രതീക്ഷകൾ. ഞങ്ങളിവിടെ ആഘോഷിക്കുന്നു, വിജയം ആഘോഷിക്കുന്നു, ലഡു വിതരണം ചെയ്യുന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് പ്രസ്ഥാനത്തോടും നമ്മുടെ രാജ്യത്തോടുമുള്ള കടപ്പാടിൻ്റെ ഭാഗമാണ്. ആ തിരിച്ച് ഇങ്ങോട്ടും ഞങ്ങളും വോട്ടുണ്ടെങ്കിലും പറ്റാവുന്ന രീതിയിൽ ഈ സമൂഹത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാകുന്നവരാണ് എന്നുള്ള ചിന്തയിൽ വെറും സ്വീകരണം വാങ്ങാനോ എയർപോർട്ടിൽ വന്ന് ഫോട്ടോ എടുത്ത് സായുജ്യം അടയുന്ന വിഡ്ഢികളാണെന്നുള്ള തോന്നലില്ലാത്ത രീതിയിൽ നിങ്ങൾ പ്രവാസ സമൂഹത്തെ കൃത്യമായി പഠിക്കണം. പഠിക്കാനുള്ള മെറ്റീരിയൽ എന്നെ ആവശ്യമില്ല. കാരണം അത്രയും പ്രവാസ സമ്മേളനങ്ങൾ നടത്തി എന്താണ് ആവശ്യം എന്നുള്ളത് കൃത്യമായി കേരള സർക്കാരുകളുടെ മുമ്പിലുണ്ട്. കേന്ദ്രത്തിന്റെ വക പ്രവാസി ഭാരതീയ സമ്മേളനവും കേരളത്തിന്റെ വക ലോക കേരള സഭയുമൊക്കെ ആണ്ടുതോറും നടക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രവാസികളെ കുറിച്ചുള്ള ഡാറ്റയ്ക്ക് കാര്യമായ കുറവുണ്ടാകില്ല. എന്നാൽ ഇത്തരം വിവരശേഖരണം നടത്തിയ ശേഷം പ്രവാസികൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ഇങ്ങോട്ട് എന്ത് കിട്ടുമെന്ന് മാത്രം ആലോചിക്കുകയാണ് പല സർക്കാരുകളും ചെയ്തിട്ടുള്ളത്. ലോക കേരള സഭ ശരിക്കും അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണെന്നും അതിൻ്റെ പ്രയോജനം എന്താണെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. ലോകത്തെമ്പാടുമുള്ള മലയാളികളെ എല്ലാവരും വന്ന് ഒരു 3 ദിവസം അവിടെ സമ്മേളിച്ച് സംസാരിച്ച് എല്ലാം പോകുന്നു എന്നുള്ളതല്ലാതെ അതിനുശേഷം ബാക്കി ഒന്നും നടക്കുന്നില്ല. അതിനുശേഷം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ആ ഗ്രൂപ്പിൽ പോലും ഒരു ഡിസ്കഷൻ നടക്കുന്നില്ല, ഒരു പ്രോജക്റ്റ് പോലും മുന്നോട്ടെടുക്കുന്നില്ല. പിന്നെ കേരള സഭയുടെ പ്രസക്തി തന്നെ അവിടെ നഷ്ടപ്പെടുകയാണ്. UAEയിൽ മാത്രം 20 ലക്ഷത്തിലധികം മലയാളികളുണ്ട്. സൗദി അറേബ്യയിൽ 15 ലക്ഷത്തിലധികവും. പ്രത്യേക വിമാനത്തിലോ സ്വന്തം പോക്കറ്റിൽ നിന്നും പണമെടുത്തോ 10,000 പ്രവാസികൾ പ്രചാരണത്തിനും വോട്ട് ചെയ്യാനുമായി തെരഞ്ഞെടുപ്പ് സമയത്ത് നാട്ടിലെത്തും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേതാക്കളും ഗൾഫിലെത്തുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒരുക്കും. പക്ഷേ പ്രവാസികൾക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ പലരും തിരിഞ്ഞു നോക്കില്ല. ഇറാൻ അമേരിക്ക യുദ്ധകാലത്ത് ഗൾഫിൽ പ്രവാസികൾ അനുഭവിക്കുന്ന പ്രതിസന്ധി പോലും കണ്ടില്ലെന്ന് നടിക്കുകയാണ് നേതാക്കൾ. മറ്റൊരു ജില്ല പോലെ 15ാമത്തെ ജില്ലയായി UAE കണക്കാക്കാം. അത്രയും ഗൾഫ് മേഖലയിലുള്ള പ്രവാസികൾ ഇങ്ങനെ നിൽക്കുമ്പോഴും ഇതിൻ്റെ ഒരു ഗൗരവം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് ഈ മിഡിൽ ഈസ്റ്റിലെ ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ പോലും ഒന്ന് വിളിച്ചു ചോദിക്കാനോ അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ യാത്രാ പ്രശ്നം എന്താണെന്ന് പോലും ആലോചിക്കാനോ നമ്മുടെ വലത് ഇടത് നേതാക്കൾക്ക് സമയം കിട്ടിയിട്ടില്ല എന്നത് ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. VS പിണറായി സർക്കാരുകളുടെ കാലത്ത് മുഖ്യമന്ത്രിമാർ തന്നെയാണ് പ്രവാസികാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. കാര്യങ്ങൾ വേഗത്തിൽ നടക്കാനാണെന്ന അവകാശവാദമുണ്ടായിരുന്നുവെങ്കിലും പ്രവാസികൾക്ക് പലപ്പോഴും അങ്ങനെ അനുഭവപ്പെട്ടിരുന്നില്ല. മാത്രമല്ല, പ്രവാസികൾക്ക് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാനോ മുഖ്യമന്ത്രിക്ക് വിദേശത്തെത്തി പ്രവാസികളെ കാണാനോ തടസ്സങ്ങളുമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ തിരക്ക് തന്നെയായിരുന്നു പ്രധാന തടസ്സം. പ്രവാസികളുടെ കാര്യം നോക്കാൻ പ്രത്യേകിച്ച് ഒരു വിഭാഗം ഉണ്ടാകുകയും അത് ഇതുപോലുള്ള വളരെ തിരക്കുള്ള ഒരാൾ അത് ചുമതല ഏറ്റെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അറ്റൻഷൻ വളരെ കുറവായിരിക്കും. അദ്ദേഹം വർഷത്തിലൊരിക്കൽ വന്ന് പോകുമ്പം നമ്മളിവിടെ ഒരു എന്താ പറയുന്നത് വലിയൊരു സമ്മേളനം നടത്തി നമ്മുടെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമായില്ല. ഇത് ത്രൂ ഔട്ട് ദ ഇയർ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു ഫോളോ അപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കാര്യത്തിന് മുന്നോട്ടുള്ള നീക്കമുണ്ടാവൂ. സ്വന്തം രാഷ്ട്രീയ നിലപാടുള്ളവരെയും പണം കിട്ടാൻ സാധ്യതയുള്ള ബിസിനസ്സുകാരെയും കുത്തിനിറയ്ക്കുന്ന ലോക കേരള സഭ മാറണം.
പ്രവാസി വിഷയങ്ങൾ പഠിച്ച് കൃത്യമായി പരിഹാരം നിർദ്ദേശിക്കുന്ന വിധത്തിലേക്ക് ലോക കേരള സഭ വളരണം. 2-3 ദിവസം കുറെ പേർക്ക് തിരുവനന്തപുരത്തോ കൊച്ചിയിലോ പോയി ആഘോഷിക്കാനുള്ള ഉപാധി മാത്രമാകരുത് ലോക കേരള സഭ. തിരക്കുള്ള സീസണിലെ വിമാനക്കൊള്ള അവസാനിപ്പിക്കൽ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ച എയർ കേരള യാഥാർത്ഥ്യമാക്കൽ തുടങ്ങി പുതിയ സർക്കാരിന് ഇച്ഛാശക്തി വേണ്ടുന്ന വിഷയങ്ങൾ നിരവധിയുണ്ട്. യാത്രാ പ്രശ്നം കാലങ്ങളായി ഉണ്ടാകുന്ന സമയത്ത് അതിനുവേണ്ടി ഇടപെടാനോ കേന്ദ്രത്തിൽ ഇടപെടുന്ന രീതിയിലേക്ക് ഇപ്പോഴുള്ള യാത്രാ പ്രശ്നങ്ങളും ഈ വരുന്ന വെക്കേഷൻ സമയത്ത് പോലും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നട്ടം തിരിയുമ്പോൾ അതിനൊന്നും ഒരു സ്വാതന്ത്ര്യമാകാനോ അതിനുവേണ്ടി പ്രവർത്തിക്കാനോ ആരും തന്നെ ഇല്ല. 70 കഴിഞ്ഞ പ്രവാസികൾക്ക് അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ വിഭാഗത്തിലുള്ളവർക്ക് പലപ്പോഴും സർക്കാരിന്റെ ഒരു ആനുകൂല്യവും ലഭിക്കാറില്ല. ഇത് മാറണം. പ്രവാസി ക്ഷേമനിധി വർദ്ധിപ്പിക്കണം. ഇൻഷുറൻസ് പരിരക്ഷ, മെഡിക്കൽ ഇൻഷുറൻസ് കാര്യക്ഷമമായി നടപ്പാക്കൽ, നാട്ടിൽ പ്രവാസികളുടെ പേരിലുള്ള ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ ഫലപ്രദമായി വിനിയോഗിക്കൽ, ഇങ്ങനെ ആഗ്രഹങ്ങളും നിർദ്ദേശങ്ങളും പലതുണ്ട്. 60 വയസ്സായ ആൾക്കാർ തന്നെ സീനിയർ സിറ്റിസൺസ് പറഞ്ഞ് അത് 70 വയസ്സായ അവർക്കൊട്ടി ഇത് ഈ ആനുകൂല്യങ്ങളൊട്ടി ഇല്ലതാനും. പിന്നെ എന്താണ് ഈ സീനിയർ സിറ്റിസൺസ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ നോർക്ക ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു സ്കീം വന്നു. അപ്പോൾ അതിനകത്ത് പോലും 60 മുതൽ 70 വരെയുള്ള ആൾക്കാർക്ക് അതിനുള്ള എലിജിബിലിറ്റി ഉള്ളൂ. ഞാൻ സീനിയർ സിറ്റിസൺസിൻ്റെ കാര്യമാണ് പറയുന്നത്. 70 കഴിഞ്ഞ ഒരാൾക്ക് ആർക്കും വേണ്ടാത്ത ഒരു വ്യക്തികളായിട്ട് ഈ ലോകത്ത് ജീവിക്കുക. പ്രവാസി സംഘടനകൾക്കും വേണം ഒരുമയും സഹകരണവും. പലതായി പിരിഞ്ഞ് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ പേരിലേക്ക് സഹായങ്ങൾ എത്തും എന്നത് യാഥാർത്ഥ്യം. അതേസമയം കാതലായ പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ സർക്കാരിനോട് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ ഒരുമിക്കണം. അതിന് പ്രവാസികൾക്കും പ്രവാസി സംഘടനകൾക്കും കഴിയണം.